ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലച്ചു കോളേജിലേക്ക്, അതായത് ക്ലാസ്സിന് പോകാനായിട്ട്, അതിന് കൊണ്ടുപോകാനായിട്ട് ചോറ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. നമ്മുടെ ജാനകിയോ അല്ലെങ്കിൽ അഭിയോ ഇവരാരും ഇല്ലാത്തത് കൊണ്ട് അപർണയ്ക്ക് കുറച്ചുകൂടി തണ്ട് കൂടി നിൽക്കുന്നൊരു അവസരമാണ്. അപ്പോഴാണ് പാവ ലച്ചു കൊണ്ടുപോകാനായിട്ട് ഈ സാധനം എടുക്കുന്നത്. ഇത് എടുത്തപ്പോഴത്തേക്കും ഇവൾ ഓടി വന്ന് കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. എങ്ങോട്ടാടി വാരി കോരി ഇട്ടുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുവാണ് ലച്ചുവിനോട്. അപ്പോൾ ലച്ചു പറഞ്ഞു, അത് പിന്നെ അപർണയെടുത്ത് എനിക്ക് ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് പറയുമ്പം, നിന്റെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോടി ഇത് കോരി ഇട്ടുകൊണ്ട് പോകാമെന്ന് ചോദിക്കാം. നാണമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലച്ചുവിനോട് വളരെ അപമര്യാദയായിട്ട് തിന്നുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാട്ടെ ഈ അപർണ. നിന്റെ ജാനിയടത്ത് ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്നും നിന്റെ ജാനിയടത്ത് ഇവിടെ നിന്ന് കള്ളം പറഞ്ഞ് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ആ കൊച്ചിനോട് ആ കുഞ്ഞിനേതായിട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ലച്ചുവിന് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ മതി അപർണയെടുത്ത്, ഇതുപോലൊന്നും പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ലച്ചു ഇങ്ങനെ പറഞ്ഞു. നാണം ഉണ്ടെങ്കിൽ നീ ഇത് എടുത്തുകൊണ്ട് പോവോടി എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അതുവഴി വരുന്നത്. എന്താടി ഇവിടെ പ്രശ്നം എന്നും ചോദിച്ച്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ, കണ്ടില്ലേ മുത്തശ്ശി, അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് കോരിയിട്ട് കൊണ്ടുപോകുന്നത് പോലെ എത്ര കൂട്ടം വിഭവങ്ങളാണ് അവൾ കൊണ്ടുപോകാൻ നോക്കുന്നതെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലച്ചു ഇതിങ്ങനെ ഭക്ഷണം എടുത്തിട്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തള്ളയ്ക്ക് ചെറിയൊരു ഇതുപോലെ, അപ്പോൾ ഭക്ഷണമല്ലേ പറഞ്ഞേ, അവളത് കൊണ്ടുപോക്കോട്ടെ എന്ന് മുത്തശ്ശി പറയുക. ഓ, അവളത് കൊണ്ടുപോക്കട്ടെ എന്ന്. അപ്പം മുത്തശ്ശിക്കും ഇപ്പോൾ ഇതൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. എനിക്ക് മാറിയിട്ടൊന്നുമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരോടും ഒരു ഇതും കാണിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയാം. ഇവളോടൊക്കെ എന്ത് കാണിച്ചിട്ട് എന്താ മുത്തശ്ശി എന്നും ചോദിച്ചുകൊണ്ട് അപർണ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അന്നേരം തള്ളച്ചി ഒന്നും മിണ്ടിയില്ല. അപ്പം തള്ളയ്ക്ക് ചെറിയൊരു സൈഡ് വലിമുണ്ട് എന്നുള്ളൊരു സംശയം നമ്മുടെ ആശാത്തിക്ക് വന്നു. അപ്പോൾ ആശാത്തി പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പം ലച്ചു പറഞ്ഞു, വേണ്ട, ഞാൻ ഇനി ഇത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. നീ കൊണ്ടുപോകണ്ടടി, നീ കൊണ്ടുപോയാലും നിനക്കിത് തിന്നാൻ ഒക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് അപർണ എന്നിട്ട് ഇങ്ങനെ ആ കൊച്ചിനോട് വളരെ ഇതായിട്ട് പറയും. എന്നിട്ട് അത് അവിടുന്ന് സങ്കടപ്പെട്ട് അങ്ങ് പോയി കേട്ടോ. അതങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിക്ക് എന്താ ഇപ്പോൾ ഒരു സൈഡ് വലിവ് അങ്ങോട്ട്, എന്താ അവളെ ഒന്ന് സ്നേഹിച്ചാൽ കൊള്ളാമെന്നല്ല തോന്നലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് എന്ത് പറ്റി അപർണ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരോടും ഒരു ഇത് കാണിക്കാൻ പാടില്ല, അത്രയും ഞാൻ കരുതിയുള്ളൂ, അല്ലാതെ നീ കരുതുന്നത് പോലെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പോകും. അപ്പം മുത്തശ്ശി ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, തള്ളയെ സൂക്ഷിക്കണം, തള്ളയെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റത്തില്ല, തള്ളക്കെട്ടുള്ളൊരു പണി അത് കൊടുക്കണം, എത്രയും പെട്ടെന്ന് തള്ളയെ ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന് അപർണ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ് അവിടെ നിന്ന്. ഇതേ സമയത്ത് അവിടെ ജാനകിയും അഭിയും ഒക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് ആകെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അച്ഛൻ്റെ കാര്യത്തിൽ. ഡോക്ടർ ഇത്രയും നേരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സമാധാനം അവർക്കില്ല. ഈ സമയം കൊണ്ട് അമൽ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, സ്വന്തം മകനാണ് ആശുപത്രിയിൽ കിടക്കുന്നത്, മുത്തശ്ശിക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തള്ളയെ ചോദ്യം ചെയ്യുക. പക്ഷേ തള്ള അപ്പോഴും ഇത് മകൻ്റെ അഭിനയമാണെന്നുള്ള രീതിയിലായിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അമൽ കാര്യകാരണങ്ങളെല്ലാം തള്ളയോട് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ചെറിയ ഒരു അനുകമ്പ പോലെ എന്തോ ഒരു ഇത് വരുവാണ്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, മുത്തശ്ശിയൊക്കെ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് നമ്മുടെ അമൽ അങ്ങ് പോകുക കേട്ടോ. അമൽ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. ഈ സമയം കൊണ്ട് നമ്മുടെ മുത്തശ്ശി നേരെ പ്രഭാവതി എന്ന് പറയുന്ന താടകയുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. താടകയ്ക്ക് ഇനിയിപ്പോൾ അധികം ആയുസൊന്നുമില്ല. ഭർത്താവ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മക്കളെല്ലാം ഈ പെൺപിള്ളയിട്ട് തട്ടുമെന്നുള്ള കാര്യം അറിയാതെയാണ് ഇതുപോലെ കിടന്ന് അഹങ്കരിക്കുന്നത്. അപ്പോൾ സൂര്യയുടെ കാര്യങ്ങൾ, അമൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നേരെ പ്രഭാവതിയെ കാണാനായിട്ട് മുത്തശ്ശി ചെല്ലുന്നു. അപ്പോഴേക്കും അപർണ അവിടുന്ന് വന്നു ന്യൂസ് പിടിക്കാനായിട്ട്. അപർണ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് ഒളിച്ചും പാത്തും നിന്ന് കേൾക്കുക. കാരണം ഇപ്പം മുത്തശ്ശിയുടെ ഓരോ ചലനങ്ങളും അപർണ വീക്ഷിക്കാൻ തുടങ്ങി. കാരണം പുള്ളിക്കാരി മൊത്തത്തിൽ മാറി തുടങ്ങി എന്നുള്ളൊരിതുകൊണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി പ്രഭാവതിയുടെ അടുത്ത് ചെന്നപ്പോൾ പ്രഭാവതി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കാം. പ്രഭേ, നീ എന്തു ഭാവിച്ചാണെന്ന് മുത്തശ്ശി ചോദിച്ചു. എന്തു ഭാവിച്ച്, എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സൂര്യയുടെ കാര്യമാണ് പറഞ്ഞത്. അയാളെ പറ്റി എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയുകയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇത് പറയുമ്പോൾ, അവൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അവിടം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. എന്തിന്? അവിടെ കൂട്ടിരിക്കാൻ ജാനകിയും അഭിയൊക്കെ ഉണ്ടല്ലോ, അവർ കൂട്ടിരുന്നോളും. അയാളുടെ കള്ളത്തരം കാണാനും അത് കണ്ട് എനിക്കിതാവാനൊന്നും സമയമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പറയുമ്പോൾ അപർണ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഉരസി കൊടുത്തോണ്ടേ ഇരിക്കുന്ന ഒരു മൈൻഡിൽ പുള്ളിക്കാരി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത്, നീ എന്താ പ്രഭയെ പറയുന്നത്? സൂര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വെറുതെ ആണെന്നാണോ?
പിന്നെ ഞാൻ സ്വത്ത് വീതം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് ബോധക്ഷയം ഉണ്ടായി. അങ്ങനെ അയാൾ അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതാണെന്ന് ആർക്കും അറിയില്ലാത്തത്. അങ്ങനെ നുണയും പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുന്ന ഒരാളെ നോക്കാൻ പോകേണ്ട അല്ലെങ്കിൽ അയാളെ കാണാൻ പോകേണ്ട ആവശ്യമൊന്നും ഈ പ്രഭാവതിക്കില്ല. ഈ പ്രഭാവതി അത് ചെയ്യുകയില്ല. പ്രഭാവതി ഒരിക്കലും പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല എന്നും പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്നു. അപ്പോഴേക്കും അമ്മ ചോദിച്ചു, ആ ആശുപത്രിയിൽ കിടക്കുന്നതൊക്കെ അവൻ്റെ അഭിനയമാണെന്നാണോ നീ പറയുന്നത്? പിന്നല്ലാതെ ഞാൻ അയാൾക്ക് വയ്യ എന്ന് കേട്ട് ഓടി ആശുപത്രിയിലേക്ക് ചെല്ലണം, എന്നിട്ട് വയ്യാതെ കിടക്കുന്ന അയാൾക്ക് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യണം. അയാളുടെ ആ ഒരു ഇത് കണ്ട് എനിക്ക് അനുകമ്പ ഉണ്ടാകണം. ഇതൊക്കെ തന്നെയാണ് അമ്മയുടെ മോൻ്റെ ഉദ്ദേശം. അതിന് കൊടി പിടിക്കാനായിട്ട് അഭിയും ജാനകിയും. എനിക്ക് ഈ വേഷം കെട്ടൊന്നും കാണാനും ഈ അഭിനയത്തിനൊന്നും സാക്ഷിയാകാനും കഴിയില്ല. ഞാൻ ചെല്ലാതാകുമ്പോൾ അഭിനയിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരുമെന്നറിയുമ്പോൾ അയാൾ താനെ ഇങ്ങോട്ടേക്ക് വന്നോളും. അല്ലാതെ പ്രഭാവതി ആരെയും കാണാൻ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി കട്ടായം പറയുക. അപ്പം ഇവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം കേട്ട് അപർണയ്ക്ക് മനസ്സിലായി തള്ളയെ സൂക്ഷിക്കണമെന്നുള്ളത്. തള്ള പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു. ഇനി ഈ കാര്യം പറഞ്ഞ് അമ്മ എൻ്റെ മുന്നിൽ നിൽക്കേണ്ട, ഇറങ്ങിക്കോളാൻ പറഞ്ഞു മുറിയുന്നു. അങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും എല്ലാവരെയും അടിച്ച് പുറത്താക്കലാണ് ഇപ്പോൾ പ്രഭാവതിയുടെ മെയിൻ തൊഴിൽ. അങ്ങനെ മകന് വേണ്ടി സംസാരിക്കാൻ ചെന്ന് പുള്ളിക്കാരി അമ്മയെ ചവിട്ടി പുറത്താക്കി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നാണം കെട്ട് തള്ള ഇങ്ങ് പോരുക. ഈ സമയം കൊണ്ട് മകൾ അന്നേരം തന്നെ തമ്പിയെ വിളിച്ചു. അപർണ മുത്തശ്ശിക്കുണ്ടായിരിക്കുന്ന മാറ്റത്തെ പറ്റി, മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിലുണ്ടായ ഒരു ചേഞ്ചിനെ പറ്റിയൊക്കെ പറയാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് മാറി നിന്ന് അച്ഛനുമായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി മുത്തശ്ശിയെ വളരെയേറെ സൂക്ഷിക്കണമെന്നും അധികം താമസിക്കാതെ പുള്ളിക്കാരിയെ ഇവിടെ നിന്ന് നാട് കടത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അച്ഛനും മകളും കൂടി സംസാരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പുള്ളിക്കാരിയെ വളരെയേറെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ ചെയ്യണമെന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും അവിടെ നടത്തുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ അഭിയും ജാനകിയും കൂടി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഡോക്ടർ അതുവഴി വരുന്നത്. ഇവർ ഓടിച്ചെന്നു ഡോക്ടറുടെ അടുത്തേക്ക്. ഡോക്ടർ എന്തായി, അച്ഛൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വിളിപ്പിച്ചനുസരിച്ച് ഇവരങ്ങോട്ടേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഡോക്ടർ, അച്ഛൻ്റെ കാര്യം എന്താ, അച്ഛൻ എന്താ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, അങ്ങനെ ഇവർ ഭയങ്കര ആകാംക്ഷയോടുകൂടി ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ടും സമാധാനപരമായും കേൾക്കണം. അപ്പോഴേക്കും അച്ഛൻ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞല്ലോ ജാനകി, വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളിത് കേൾക്കാനായിട്ട്. സൂര്യയുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇവർക്ക് സൂര്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണെന്നും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു സ്ട്രോക്കിൻ്റെ അനന്തരഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടാതെ കിട്ടും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരുടെ മുഖം ഒന്ന് ചെറുതായിട്ട് ആ ഒരു തെളിച്ചം വന്നു കേട്ടോ. പക്ഷേ അച്ഛൻ ഈ ജീവിതകാലം മുഴുവനും ഇനി ബെഡിലായിരിക്കും എന്നുള്ള കാര്യം പറയാം. ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല, ജീവച്ഛവമായി തന്നെ ബെഡിൽ ആയിരിക്കുമെന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിയും ജാനകിയും തകർന്നു പോയി. സ്വന്തം ഭാര്യ കൊടുത്ത സമ്മാനമാണ് ഭർത്താവായ ആ നല്ല മനുഷ്യന് ഇങ്ങനൊരവസ്ഥ. സ്വന്തം ഭർത്താവാണെന്നും ആ മനുഷ്യനൊരു ഹൃദയമുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ പ്രഭാവതി കാണിച്ച കൊടിയ ക്രൂരതയുടെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ സൂര്യനാരായണൻ ഇപ്പോൾ കോമയിലേക്കായി പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം കോമയിലായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളാകെ തകർന്നു പോയി. ഇത് എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം എനിക്കിത് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടർ ഇതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുക. പിന്നെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ എന്നുള്ള കാര്യം ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഇവർ. ഇത് വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന കാര്യവും പറയാം. ഈ ഒരവസ്ഥ കൊണ്ട് അച്ഛനുമായിട്ട് അവരങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ സൂര്യനാരായണൻ അനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്ത അവഗണന തന്നെയായിരിക്കും. പ്രഭാവതി അതും നുണയാണെന്ന് പറഞ്ഞാൽ അവിടം കൊണ്ടെല്ലാം തീരുന്നൊരവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സൂര്യയുടെ കാര്യങ്ങളിൽ ചെയ്യേണ്ടതും മറ്റു സാഹചര്യങ്ങളും എല്ലാം വിശദീകരിച്ച് കൊടുത്തു. ഇതൊക്കെ കേട്ട് ഇവർ പുറത്തേക്ക് ഇങ്ങനെ പോരുക. പുറത്തേക്ക് വന്ന് അഭിയാണെങ്കിൽ ജാനകിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല, ഒരൊറ്റ നിപ്പാണ്, ഒരൊറ്റ പോയിന്റിലേക്ക് നോക്കി. കാരണം മനസ്സ് തളർന്നു പോയി. ഇനിയിപ്പോൾ അച്ഛൻ്റെ ജീവിതം എന്ത് എന്നൊന്നില്ല, കോമ എന്നും അല്ലെങ്കിൽ ബെഡ് എന്നുള്ളത് മാത്രമായി ചുരുങ്ങി.
അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് നമ്മുടെ ജാനകിയും അഭിയും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. വക്കീലിനോട്, സഗീർ ഹുസൈൻ വക്കീലിനോട് കാര്യങ്ങളെല്ലാം അഭി പറയുക. അതുപോലെ ജാനകി വക്കീൽ ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞതെന്ന്. ആ സമയത്ത് വിവരങ്ങളെല്ലാം ഡോക്ടറോട് പറയുകയാണ് ഇവർ. ഇത് കേട്ട് ഡോക്ടറും ആകെ പകച്ച് നിൽക്കുക കേട്ടോ. അതും സൂര്യസാറിന് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇതൊക്കെ പ്രഭാവതി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ അനന്തരഫലമാണ് എന്നുള്ളത്. അദ്ദേഹം മനസ്സറിഞ്ഞ് ഭാര്യയെ സ്നേഹിച്ചതിന് ഭാര്യ അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു സമ്മാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇത് അദ്ദേഹം പറയുക. അപ്പോൾ ഇവർ 3 പേരും കൂടി ഈ ഒരു കാര്യം സംസാരിച്ചു. അതിനുശേഷം അവർ ആ ഐസിയുവിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുള്ള ആ ഒരവസ്ഥയില്ലാതെ. ഇതെങ്ങനെ വീട്ടിലുള്ളവരെ പറഞ്ഞറിയിക്കുമെന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇവരുടെ ടെൻഷൻ. കാരണം ഇവർ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് അജയ് എന്ന് പറയുന്നവൻ. ഈ അജയും നിരഞ്ജനയുമായിട്ട് വീണ്ടും വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അജയോട് നിരഞ്ജന ചോദിക്കുന്നതിനൊന്നും അജയ് വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നില്ല. ചുമ്മാ അജയ് നിരഞ്ജനോട് തട്ടിക്കയറി സംസാരിക്കുകയാണ്. നിരഞ്ജനയാണെങ്കിലോ ഒരു വാക്കിനോ ഒരു പോയിന്റിന് പോലും വിട്ടുകൊടുക്കുന്നില്ല. കാരണം അജയ് വെറും കൊള്ളരുതാത്തവനാണെന്ന് ഏകദേശ ധാരണയൊക്കെ നമ്മുടെ നിരഞ്ജനയ്ക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിരഞ്ജന ഇപ്പോൾ അജയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനും തയ്യാറാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണും കാര്യങ്ങളുമായിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് പൊന്നു വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും അടുത്തില്ലാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അതിനെയാണെങ്കിൽ പ്രഭാവതി ആവട്ടെ, അപർണയാവട്ടെ, മുത്തശ്ശി ആവട്ടെ, എല്ലാവരും അവഹേളനവും ആട്ടലും തുപ്പലും അങ്ങോട്ട് തട്ടലും ഇങ്ങോട്ട് തട്ടലും ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ മുറിയിൽ തന്നെ ഇങ്ങനെ കയറിയിരിക്കുക. അപ്പോഴാണ് ലച്ചു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ലച്ചു അങ്ങോട്ടേക്ക് ചെന്നു മോളോട് കഴിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും വരട്ടെ എന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ലച്ചു പറഞ്ഞു മോൾ അങ്ങനെ പറയരുത്, അവരച്ഛനെയും കൊണ്ട് ആശുപത്രിയിലല്ലേ, അപ്പോൾ അവരെപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പൊന്നുമോള് കഴിക്കാൻ വാന്നും പറഞ്ഞ് ലച്ചു ഇങ്ങനെ കുറേ നിർബന്ധിച്ച് സോപ്പിട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നു വന്നു. എനിക്ക് അമ്മയെ വിളിച്ച് തരാവോ ലച്ചു ചെറിയമ്മേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫോൺ എടുത്ത് ലച്ചു വിളിച്ചും കൊടുത്തു. ലച്ചു വിളിച്ച് ഏട്ടത്തി പൊന്നു ഭയങ്കര വഴക്കാ, പൊന്നുവിന് നിങ്ങളെ കാണണമെന്നും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞാണെന്നൊക്കെ ലച്ചു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ജാനകി ഫോൺ കൊടുത്തു. ജാനകിയുടെ ഫോണിൽ സംസാരിക്കും ഇവർ. അപ്പോൾ ലച്ചു ആണെങ്കിൽ ഫോൺ പൊന്നുവിനും കൊടുത്തു. അങ്ങനെ പൊന്നുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ പൊന്നു, അമ്മ പറഞ്ഞില്ലേ മോളോട് വഴക്കൊന്നും കൂടരുതെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ എന്നെ അച്ചാച്ചനെ കാണിക്കാൻ എന്താ അമ്മയെ കൊണ്ടുപോകാത്തെ, എന്നെ അമ്മ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ വേറെ വഴക്കൊന്നും കൂടുന്നില്ല, എന്നെ അച്ചാച്ചനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ജാനകിയുടെ തൊണ്ടയൊക്കെ ഇടറാൻ തുടങ്ങി. ശബ്ദമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാരണം നെഞ്ച് പൊട്ടുന്ന വേദനയോടെയാണ് ജാനകി അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഭിയും കരഞ്ഞ് നിലവിളിച്ച് അവിടെ ഇരിക്കുന്നത്. അഭിക്കാണെങ്കിൽ ഒരു സ്വബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അഭി ഇരിക്കുന്നത്. അങ്ങനെ പൊന്നുവിനെ ആണെങ്കിൽ ഒരു തരത്തിൽ ജാനകി പറഞ്ഞ് സമാധാനിപ്പിക്കുക. അച്ഛൻ ഇന്ന് ഉടനെ തന്നെ വീട്ടിലേക്ക് വരും, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജാനകിയാണെങ്കിൽ കൊച്ചിനോട് ഇതെല്ലാം പറഞ്ഞ് ഒരു തരത്തിൽ പൊന്നുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഫോൺ ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ലച്ചുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലച്ചുവിനോട് ജാനകി പറഞ്ഞു പൊന്നുവിനെ നോക്കണം, പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കാര്യമൊക്കെ ലച്ചു ചോദിച്ചു. അപ്പോൾ അതൊക്കെ വന്നിട്ട് പറയാമെന്നും പറഞ്ഞു. ജാനകി ഒഴിവാക്കി വിട്ടു, ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഈ കാര്യം അഭിയോട് പറയാം. അപ്പോഴും അഭി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അഭി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാം. അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ അങ്ങനെ കരഞ്ഞ് ഭയങ്കര വിഷമത്തിൽ നമ്മുടെ അഭി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാതെയുള്ള ആ ഒരു വെപ്രാളത്തിലും ടെൻഷനിലുമാണ് നമ്മുടെ അഭിയും ജാനകി. അപ്പോഴത്തേക്കും പിന്നെ അമൃതയും അതുപോലെ തന്നെ ശരണും ഒക്കെ വന്നു. അവർ വന്നു സംസാരിക്കപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോഴും ഇവർക്കിത് പറയാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അവർ ഇതായിപ്പോയി. അങ്ങനെ അവർ ആകെ വല്ലാതിരിക്കുമ്പോഴേക്കും എന്താ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ നിർബന്ധിക്കുക. അപ്പോഴേക്കും പിന്നെ ഇവർക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ഇവരെന്നിട്ട് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും അമൃതയും അതുപോലെ നമ്മുടെ ശരണും ആകെ നടുങ്ങി നിൽക്കുക. അപ്പോഴും അവിടെ വാശിയും വൈരാഗ്യവും ഭർത്താവിനോടുള്ള പകയും മനസ്സിൽ വെച്ച് ആശാത്തി ഇങ്ങനെ വീട്ടിലിരിക്കുവാണ്. എപ്പോൾ സൂര്യയുടെ കട്ട പുക കണ്ടാലും വേണ്ടില്ല, തൻ്റെ വാശി ജയിക്കണമെന്നുള്ള അഹങ്കാരത്തോടു കൂടി പ്രഭാവതി ഇരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മൊത്തത്തിൽ കൂടിക്കുഴഞ്ഞ് ഇനി പ്രഭാവതിയുടെ തലയുടെ മേലെ വന്ന് നിൽക്കുന്ന ആ പ്രഭാവതിക്ക് കരഞ്ഞു തീർക്കാനുള്ള ദിവസങ്ങളായി മാറുന്ന അത്യുഗ്രൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. അധികം അഹങ്കാരം ആർക്കും നന്നല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പ്രഭാവതിയുടെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നത് മാത്രം. കഥയാണെങ്കിലും ഏകദേശമൊക്കെ ജീവിതവുമായി സാമ്യം ഒക്കെ വരുന്ന രീതിയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട്
നമ്മുടെ കഥയും ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.